A+2 സ്വാഗതം. നമ്മുടെ നാട്ടിൽ ലോൺ എടുത്ത് കടക്കാരായ നിരവധി ആളുകളുണ്ട്. ജപ്തി നടപടികളുടെ നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ പകച്ചു പോകുന്ന ഇത്തരത്തിൽപ്പെട്ട ആളുകൾക്കുണ്ടാകാവുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് മറ്റൊരു ലോൺ ബാങ്കുകളിൽ നിന്നും എടുക്കാൻ കഴിയാത്ത സ്ഥിതി. ഒരു ലോൺ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ന്യൂനതകളിൽ ഒന്നാണ് ഇത്. ഒരു ലോണിൻ്റെ കടക്കാരനായി കഴിഞ്ഞാൽ മറ്റൊരു ബാങ്കും നിങ്ങൾക്ക് പുതിയ ലോൺ തരാൻ തയ്യാറാവുകയില്ല. കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് 750 താഴെയാണെങ്കിൽ മിക്കവാറും ബാങ്കുകൾ നിങ്ങൾക്ക് പുതിയ ലോൺ തരാൻ മടിക്കും. ഇതാണ് ലോൺ കൃത്യമായും തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട വീഴ്ച. ഇത് കാരണം നിരവധി ആളുകൾ നെട്ടോട്ടം ഓടുന്ന സ്ഥിതിയുണ്ട്. പലപ്പോഴും വിദ്യാഭ്യാസ വായ്പ എടുക്കേണ്ടി വരുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ ദുരിതം കൂടുതലായും അനുഭവിക്കേണ്ടി വരിക. മാതാപിതാക്കൾ ലോൺ എടുക്കുകയും അത് കൃത്യമായും തിരിച്ചടയ്ക്കാതെ വരികയും ചെയ്യുന്നതോടെ അവരുടെ സിബിൽ സ്കോർ നേരെ താഴേക്ക് പോകും. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും ബാങ്കുകൾ ഇവർക്ക് ലോൺ നിഷേധിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യരുതെന്ന് RBIയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ കൂടി ബാങ്കുകൾ ഇതൊന്നും കണക്കാക്കുകയില്ല. ഇനി നമുക്ക് ഈ സിബിൽ സ്കോർ ഇങ്ങനെ താഴ്ന്നു പോയാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ ലോണിനെക്കുറിച്ചും ജപ്തി നടപടികളെക്കുറിച്ചും നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഇത്. ഈ ചാനലിൽ നിങ്ങൾക്ക് ഇന്ന് പങ്കുവെക്കുന്നതും സിബിൽ സ്കോർ മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യം അറിയുക, 750 ആണ് ഏറ്റവും നല്ല സിബിൽ സ്കോറിൽ ഒന്ന്. 750 എന്ന് പറഞ്ഞാൽ 750 മുതൽ മുകളിലേക്കാണ് പരിഗണിക്കപ്പെടുക. ചില ബാങ്കുകൾ 700 കണക്കാക്കപ്പെടുന്നുണ്ട്. ചിലർ 650 മുകളിൽ വരുന്ന സിബിൽ സ്കോറും കണക്കാക്കി ലോണുകൾ അനുവദിക്കാറുണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കം ബാങ്കുകൾ മാത്രമേ അത് കണക്കിലെടുക്കുകയുള്ളൂ. 750 ആണെങ്കിൽ തീർച്ചയായും പുതിയ ലോൺ കിട്ടുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. 750 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലോൺ എടുക്കേണ്ട അവസ്ഥ വരികയുമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനുള്ള വഴിയാണ്. അതിനുള്ള ഏറ്റവും നല്ല പോംവഴി എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ സ്വർണം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഗോൾഡ് ലോൺ എടുക്കണം. സ്വർണ്ണ പണയ വായ്പ. ഈ പണയ വായ്പ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായും ഈ പണവായ്പ അതിൻ്റെ അടവ് മുടങ്ങാതെ നിങ്ങൾ തിരിച്ചടയ്ക്കുകയാണ് വേണ്ടത്. കൃത്യമായി നിങ്ങൾ ഈ ലോൺ തിരിച്ചടച്ച് കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെട്ടുകൊണ്ട് വരും. ഓരോ അടവും കൃത്യമായാൽ അതനുസരിച്ച് സിബിൽ സ്കോറിൽ മെച്ചം വരും. അങ്ങനെ സിബിൽ സ്കോർ താഴ്ന്ന നിലവാരത്തിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തി എടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വന്നാൽ സിബിൽ സ്കോർ മെച്ചപ്പെടുകയും അതുവഴി നിങ്ങൾക്ക് മറ്റ് ലോണുകൾ ഏത് ലോണായാലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ പേഴ്സണൽ ലോണായാലും ഈ ഹോം ലോണായാലും അതുപോലെ എഡ്യൂക്കേഷൻ ലോണായാലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനുള്ള വഴിയും ഇത് തന്നെയാണ്. പലപ്പോഴും ചില ബാങ്കുകൾ ഈ ഗോൾഡ് ലോണിന് പോലും ചിലപ്പോൾ സിബിൽ സ്കോർ പരിശോധിക്കാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ കൂടി ചില ബാങ്കുകൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറും ഉണ്ട്. പ്രത്യേകിച്ച് ചില ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ സിബിൽ സ്കോർ പരിഗണിക്കാതെ സ്വർണ്ണ പണയ വായ്പ നൽകുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. എങ്ങനെയായാലും നിങ്ങൾ ഒരു സ്വർണ്ണ പണയ വായ്പ ആധികാരികമായ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ എടുക്കുകയും അത് കൃത്യമായും തിരിച്ചടയ്ക്കുകയും ചെയ്യാൻ തുനിഞ്ഞാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ മെച്ചപ്പെടുത്തി പുതിയ വായ്പ എടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിരിക്കുക. 1, 2, 3, 4 ഗോൾഡ് ലോൺ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ വലിയ തുക എടുക്കരുത്. നിങ്ങൾ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ ഇത് പ്രത്യേകം കരുതലെടുത്ത് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു 3, 4 ഗോൾഡ് ലോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾ കൃത്യമായും തിരിച്ചടയ്ക്കുകയാണെങ്കിൽ സിബിൽ സ്കോർ വളരെ
വേഗത്തിൽ തന്നെ മെച്ചപ്പെട്ടു വരും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ലോൺ എടുക്കാനുള്ള തടസ്സം മറികടക്കാനും കഴിയും. ഇങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞിരിക്കുക. കാരണം ഇത് അറിയുന്ന വ്യക്തികൾ അത്തരത്തിൽ തന്നെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്തി പുതിയ ലോൺ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. പലപ്പോഴും ആളുകൾ ഇതറിയാവുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കം നടത്താറുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഇന്ന് പങ്കുവെക്കുന്നത്. ഇതുവഴി വായ്പ നിങ്ങൾക്ക് പുതിയതായി സുഗമമായി ബാങ്കുകൾ തരാൻ സന്നദ്ധരാകും എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. നന്ദി.